ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെസഹ അപ്പം അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്കായി 4 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, തേങ്ങ ചിരകിയത് 50 ഗ്രാം, അരിപ്പൊടി 100 ഗ്രാം, 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉഴുന്ന് 25 ഗ്രാം. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായി ഒരു ജാറിലേക്ക് ഉഴുന്നും 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് അരഞ്ഞു പോകാണ്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ആക്കിയെടുക്കണം. ഇനി ഒരു കിണ്ണത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക്. ഈ ഒരു കിണ്ണം നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെഞ്ചിരിച്ച കുരുത്തോല ഒരു കുരിശ് രൂപത്തിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ പെസഹ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.